لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സൃഷ്ടാവും നാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് സത്യവിശ്വാസികളുടെ ഒരടിസ്ഥാനം എന്നതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാളും മറ്റെന്തിനേക്കാളും സ്നേഹിക്കുമ്പോഴാണ് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാവുന്നത്. ആ സ്നേഹത്തിൻ്റെ രൂപം അതെങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചും നമ്മൾ ചില കാര്യങ്ങൾ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദ്ഹ് പറയുക. അടുത്ത ആഴ്ച മുതൽ നമുക്ക് പ്രവാചകൻ്റെ ചില മദ്ഹുകൾ എന്ന് പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദ്ഹ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ തീരില്ല, അത്രയും മദ്ഹുണ്ട്. മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശ്രേഷ്ഠതകൾ, അത് നമ്മളിങ്ങനെ പറയാം. ആ മദ്ഹ് പറയേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം നമ്മൾ. പക്ഷെ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതേ പറയാവൂ. മദ്ഹ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പലതും വെച്ച് കെട്ടി പലരും പറയാറുണ്ട്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഉള്ളത് തന്നെ പറഞ്ഞാൽ തീരാത്ത അത്രയും മദ്ഹ് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറയാനുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞ ഒരു മദ്ഹിനെ കുറിച്ചാണ് ഇപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ മദ്ഹ് ആര് പറഞ്ഞതെന്നറിയും? അതൊരു മുസ്ലിമായ ആൾ പറഞ്ഞതല്ല. അത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മദ്ഹാണ്. ആ പറഞ്ഞ ആൾ മുസ്ലിമല്ല, പ്രവാചകന്റെ അനുയായി അല്ല. പക്ഷെ പ്രവാചകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ മദ്ഹ് അടുത്ത കാലത്തായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മദ്ഹാണ്. ആ പറഞ്ഞ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മൈക്കൽ എച്ച് ഹാർട്ട് എന്നാണ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്, ഒരു ആസ്ട്രോണമിസ്റ്റ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, നെറ്റിൽ അതടിച്ചു നോക്കിയാൽ എല്ലാവർക്കും കാണാം. 1978 ന്യൂയോർക്കിലെ ഹാർട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച
ദി 100, എ റാങ്കിങ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. 100 പേർ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 മനുഷ്യർ, വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതി അത് പുറത്തിറങ്ങിയപ്പോൾ അത് വമ്പിച്ച വിവാദമുണ്ടായി, ചർച്ചയുണ്ടായി ലോകാടിസ്ഥാനത്തിൽ. അതിൽ ചർച്ച ചെയ്യപ്പെട്ട പല കാരണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അത് വിവാദമായതും ചർച്ചയായതും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 മനുഷ്യരെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ, 100 വ്യക്തിത്വങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ അതിൽ ഒന്നാമതായിട്ട് മുഹമ്മദ് എന്ന് അദ്ദേഹം കൊടുത്തു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വലിയ വിവാദവും ചർച്ചയൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം. അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, പക്ഷേ ജീസസിന് അദ്ദേഹം കൊടുത്തത് 3ാമത്തെ സ്ഥാനമാണ്. 2ാമത്തെ സ്ഥാനം കൊടുത്ത ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ഈ പുസ്തകം വലിയ വിവാദമായി, ലോകത്ത് ഇങ്ങനെ വലിയ ചർച്ചയുണ്ടായി. 1978 രചിച്ച പുസ്തകം 14 കൊല്ലത്തിന് ശേഷം 1992 അദ്ദേഹം റിവൈസ് ചെയ്തു. എന്നിട്ട് ചില മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തി. ലെനിൻ, മാവോ സേത്തുങ് തുടങ്ങിയ ആളുകളെ താഴെ കൊണ്ടുപോകും, ഡീഗ്രേഡ് ചെയ്തു. ഗോർബച്ചേവിനെ പുതുതായിട്ട് പുസ്തകത്തിൽ ചേർത്തു, വേറെ ഒരാളെ ഒഴിവാക്കി. അങ്ങനെ ചെയ്തിട്ട് 2ാമത് വീണ്ടും ആ പുസ്തകം റിവൈസ് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചു. വീണ്ടും വന്നപ്പോൾ ദേ കിടക്കുന്നു 1ാമതായിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ട്, നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യരിൽ 100 പേരെ ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒന്നാമനായിട്ട് മുഹമ്മദിനെ കൊടുക്കാൻ എനിക്ക് സംശയമില്ലാത്ത വിധം എനിക്ക് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരം അദ്ദേഹം പറയുകയുണ്ടായി. ആ ഉത്തരം ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അറാഫിലെ 157-ാമത്തെ ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 157-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയും, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. ഇവർ പിൻപറ്റുന്ന ഈ പ്രവാചകൻ, അല്ലെങ്കിൽ ഇവർ പിൻപറ്റേണ്ടുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ ഉമ്മിയാണ്, നിരക്ഷരനാണ്, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ആളാണ്. അദ്ദേഹമാണ് ഈ അത്ഭുതങ്ങളൊക്കെ ലോകത്ത് കാണിച്ചത്. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. ആ പ്രവാചകനെ ഇവർക്ക് തൗറാത്തിലും ഇൻജീലിലും കാണാം. വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് തൗറാത്തിൽ പ്രവചനമുണ്ട്, ഇൻജീലിൽ പ്രവചനമുണ്ട്, ബൈബിളിൽ പ്രവചനമുണ്ട്. അത് പിന്നെ അവരാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അതിന് വ്യാഖ്യാനിക്കാറാണ് സാധാരണഗതി. നീ ആ പ്രവാചകനാണെന്ന് ചോദിച്ചപ്പോൾ ആ പ്രവാചകൻ ഏത്? ഒരു വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രവചനം ഈ പൂർവ്വവേദങ്ങളിലൊക്കെ. അപ്പോൾ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, പൂർവ്വവേദങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വരാനിരിക്കുന്ന പ്രവചിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണത്. ആ പ്രവാചകന്റെ പണികൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ്? അദ്ദേഹം യഅ്മുറുഹും ബിൽ മഅറൂഫ്, എല്ലാ നന്മയും നല്ല കാര്യങ്ങളും മനുഷ്യ സമൂഹത്തോട് കൽപ്പിക്കും, സദാചാരം കൽപ്പിക്കും. വയൻഹാഹും അനിൽ മുങ്കർ, മോശപ്പെട്ട കാര്യങ്ങളൊക്കെ, തിന്മകളൊക്കെ വിലക്കും, ദുരാചാരങ്ങളെ വിലക്കും. അഥവാ അദ്ദേഹം കൽപ്പിക്കുന്നതൊക്കെ സദാചാരങ്ങളായിരിക്കും, അദ്ദേഹം വിലക്കുന്നതൊക്കെ ദുരാചാരങ്ങളായിരിക്കും. അദ്ദേഹം കൽപ്പിക്കുന്നതൊക്കെ നന്മയായിരിക്കും, എല്ലാ നന്മകളും കൽപ്പിക്കും. അദ്ദേഹം വിലക്കുന്നതൊക്കെ തിന്മയായിരിക്കും, ദുരാചാരങ്ങളായിരിക്കും. പിന്നെന്ത് ചെയ്യും? യുഹല്ലു ലഹുമു ത്വയ്യിബാത്ത്, നല്ലതൊക്കെ അനുവദിച്ചു കൊടുക്കും, ഹലാലാക്കി കൊടുക്കും. ഹലാലുകൾ ധാരാളമുണ്ട്, അനുവദനീയമായത് ധാരാളമുണ്ട്, മനുഷ്യന് ഉപയോഗിക്കാവുന്നതും ചെയ്യാവുന്നതുമായ കാര്യങ്ങളും കർമ്മങ്ങളുമായിട്ട് ധാരാളമുണ്ട്. നല്ലതൊക്കെയും പ്രവാചകൻ അവർക്ക് ഹലാലാക്കി കൊടുക്കും. അഥവാ പ്രവാചകൻ ഹലാലാക്കി കൊടുത്തതേ നല്ലതാവൂ. വയുഹർരിമു അലൈഹിമുൽ ഖബായിത്ത്, വൃത്തികെട്ടതും മ്ലേച്ഛമായതും, ഹറാം എന്നൊരു കാര്യത്തെക്കുറിച്ച് പ്രവാചകന് പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകനിലൂടെ നൽകപ്പെട്ട സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെയും വൃത്തികെട്ടതായിരിക്കും. വൃത്തികെട്ടതല്ലാത്ത ഒരു ഹറാമില്ല. ഹറാമുകളെ, വൃത്തികെട്ടതിനെയൊക്കെ ഹറാമാക്കുകയും നല്ലതിനെയൊക്കെ ഹലാലാക്കുകയും ചെയ്യുന്ന പ്രവാചകനായിരിക്കും ആണ് ആ പ്രവാചകൻ. പിന്നെ എന്ത് ചെയ്യുന്നു? വയളഅൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. അവരുടെ തലയിലും മുതുകിലും അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കും. വൽഅഗ്ലാലല്ലത്തി കാനത അലൈഹിം, അവരെ വരിഞ്ഞു കെട്ടിയ കെട്ടുകൾ, ചങ്ങലകൾ, കയറുകൾ അദ്ദേഹം പൊട്ടിച്ചെറിയും. പിന്നെ പറയുന്ന വേറെ ചില, അഥവാ നമ്മൾ അതിൻ്റെ അദ്ദേഹത്തോട് സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച്.
അപ്പൊ ആരാണ് ഈ പ്രവാചകൻ? ഇതാണ് ഈ പ്രവാചകൻ. എന്താണ് ആ പ്രവാചകൻ? എല്ലാ നന്മകളും കൽപ്പിക്കുകയും തിന്മകളൊക്കെ വിലക്കുകയും നല്ലതൊക്കെയും അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചീത്തകളൊക്കെയും മ്ലേച്ഛതയും വൃത്തികേടുകളെയും ഹറാമാക്കുകയും അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരെ വരിഞ്ഞു കെട്ടിയ ചങ്ങലകളും കയറുകളും പൊട്ടിച്ചെറിയുകയും ചെയ്തിട്ട് അവരെ വിമോചിപ്പിച്ചെടുക്കുന്ന, രക്ഷിച്ചെടുക്കുന്ന, പൂർവ്വവേദങ്ങളിലൊക്കെ പ്രവചനമുള്ള പരാമർശങ്ങളുള്ള പ്രവാചകനാണ് ഈ പ്രവാചകൻ എന്ന് സൂറ അൽ അറാഫിൽ 157 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, അഥവാ ഈ ഒരു ആയത്തിൻ്റെ പ്രായോഗിക രൂപമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി എന്നതാണ് 100 പേര് ലോകത്തെ സ്വാധീനിച്ചതിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദാണെന്ന് പറയാൻ ഈ പറഞ്ഞ പണ്ഡിതനെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന് മുൻവിധിയൊന്നും അതിലില്ല. എന്താ കാരണം എന്ന് അറിയാം? അദ്ദേഹത്തിന് പറഞ്ഞ ന്യായം ഇതാണ്. ഒന്ന്, ഞാൻ മുഹമ്മദിൽ കാണുന്ന 2 ഗുണങ്ങളാണ്. ഒന്നാമത്തെ ഗുണം, അദ്ദേഹം പറഞ്ഞത് എന്തോ തത്വങ്ങൾ മാത്രമായിരുന്നില്ല, അത് പ്രയോഗിച്ച് വിജയിച്ചു. തത്വങ്ങൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പല തത്വങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്, സിദ്ധാന്തങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഭൂമിയിൽ പ്രായോഗികമായി കണ്ടില്ല. അത് കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. ചിലരുടെ തത്വങ്ങളൊക്കെ പിൽക്കാലത്ത് ഏതോ രൂപത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാൾ മാർക്സ് ഭൂമിയിൽ കമ്മ്യൂണിസം വന്നതും അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയതൊന്നും കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും തിയറികളുമാണെന്നാണ് പറഞ്ഞിട്ടാണ് പിന്നീട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, മുഹമ്മദ് ഏതൊരു തത്വമാണോ സമൂഹത്തോട് പറഞ്ഞത്, ആ പറഞ്ഞ തത്വങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങിയ ആയത്തിലെ ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിച്ചു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ജീവിത വ്യവസ്ഥയായിട്ട് തൃപ്തിപ്പെട്ടു തന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ദീൻ അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ആ ദീൻ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നല്ലേ? അതാണ് അവിടെ രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ പരാമർശം. മുഹമ്മദ് കേവലം മതപരമായി മാത്രമല്ല വിജയിച്ചത്, രാഷ്ട്രീയമായി കൂടി വിജയിച്ച ആളാണെന്ന്. മൈക്കൽ എച്ച് ഹാർട്ട് വെറുതെ അടിച്ചു നോക്കും. എല്ലാവരും അവനവൻ്റെ കയ്യിലിപ്പോൾ മൊബൈലുണ്ട്. മൈക്കൽ എച്ച് ഹാർട്ട് അടിക്കൂ, അല്ലെങ്കിൽ ദ 100 നീ പറഞ്ഞ പേര്, ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദി ഹിസ്റ്ററി എന്ന് അടിക്കൂ, എന്തെങ്കിലും ഒന്ന് അടിച്ചു നോക്കാം. നമുക്ക് മലയാളത്തിലും വരും, വിക്കിപീഡിയ മലയാളം ഒന്ന് തരും, നമുക്ക് മറ്റൊക്കെ തരും, നമുക്കൊക്കെ അറിയാം, മനസ്സിലാക്കാം. രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഇതാണ്, അദ്ദേഹം മതപരമായി മാത്രമല്ല രാഷ്ട്രീയമായി കൂടി വിജയിച്ചു. മതമേഖലയിൽ മാത്രമല്ല കൈവച്ചത്, രാഷ്ട്രീയ മേഖലയിൽ കൂടിയാണ് കൈവച്ചത്. ഈ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് നമ്മളെ കൂട്ടത്തിൽ പലർക്കും ഇപ്പോഴും നമുക്കൊക്കെയും പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞത്. അതെന്താണെന്നറിയോ? അതിവിടെ പറഞ്ഞില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പൂർത്തീകരിച്ച് കാണിച്ചത്? എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിച്ചു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ജീവിത വ്യവസ്ഥയായിട്ട് തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീനുൽ ഇസ്ലാം? അതാണ് ഇവിടെ. അതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് കേവലം ഒരു മതമല്ല. നമ്മൾ പലപ്പോഴും പല രൂപത്തിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ, ആവർത്തനം കൊണ്ട് വിരസമായി പോകാൻ പാടില്ല. എന്താ പറഞ്ഞതെന്നറിയോ? ഇസ്ലാം ഒരു മതമല്ല. മതം എന്ന് പറഞ്ഞാൽ അതിന് പരിമിതമായ അർത്ഥമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. മതം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ അറിയോ? അഭിപ്രായം എന്നാണ്. പണ്ഡിത മതം എന്നൊക്കെ പറയും. പണ്ഡിത മതം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ്റെ അഭിപ്രായം എന്നാണ്. കുട്ടിക്കൃഷ്ണമാരാരുടെ മതം ഈ വിഷയത്തിൽ അതാണെന്ന് പറഞ്ഞാൽ കുട്ടിക്കൃഷ്ണമാരാരുടെ അഭിപ്രായം. ഇതൊക്കെ മലയാളത്തിലുള്ള പ്രയോഗങ്ങളാണ്. അപ്പം മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. ഇനി മതം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ആ അർത്ഥത്തിലും ഇസ്ലാം മതമല്ല. അതെന്താണ് ആ അർത്ഥം? അതെന്ന് വെച്ചാൽ മതം എന്ന് പറഞ്ഞാൽ ആരാധനകളും പ്രാർത്ഥനകളുമാണ്, ആത്മീയ കാര്യങ്ങളാണ്. ദൈവവും മനുഷ്യനും, പടച്ചവനും പടപ്പും തമ്മിലുള്ള സ്വകാര്യ ഇടപാട്. പ്രാർത്ഥിക്കണോ, ആരാധിക്കണോ, പള്ളിയിൽ പോകണോ, ഓക്കെ, അതൊക്കെ കാര്യം. അങ്ങനെ വളരെ പരിമിതമായ രൂപത്തിൽ ഒരു മനുഷ്യനും അവൻ്റെ ദൈവവും തമ്മിലുള്ള സ്വകാര്യ ഇടപാട് ആരാധനാലയത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കണം. അവിടെ നിങ്ങോട്ട് പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ അവിടെ മതമില്ല, അല്ലെങ്കിൽ അവിടെ മതം വേണ്ട, അതല്ലെങ്കിൽ അവിടെ മതം പാടില്ല. സാമൂഹ്യ രംഗത്ത് മതം പ്രവേശിച്ചുകൂടാ, സാമ്പത്തിക കാര്യങ്ങളിൽ മതം ഇടപെട്ടുകൂടാ. ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെയാണ്, പള്ളിൻ്റെ ഉള്ളിലല്ലല്ലോ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ പുറത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ പറഞ്ഞ പ്രധാന മേഖലകളിലൊന്നും മതമുണ്ടെന്നോ മതത്തിന് നിയമനിർദ്ദേശങ്ങളുണ്ടെന്നോ അന്വേഷിക്കുക പോലും ചെയ്യരുതെന്ന്. അഥവാ വല്ലവരും അത് പറയുക ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കുഴപ്പക്കാരനാവുന്നു, അവനെ മതരാഷ്ട്രവാദി എന്നൊക്കെ വിളിക്കും. ഇത് നമ്മുടെ ദീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ജനിച്ചു മരിക്കുന്നത് വരെയുള്ള മുഴുവൻ നിയമനിർദ്ദേശങ്ങളാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി, നമ്മൾ വജ്ജഹത്ത് ഓതുമല്ലോ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക എൻ്റെ നമസ്കാരം,
നമസ്കാരം അള്ളാഹ്ക്കാണ്, ഉറപ്പാണ്. വനുസുക്കി, നുസുക്ക് എന്ന് പറയുന്നതിന് ബലി എന്ന അർത്ഥമുണ്ട്, മറ്റ് ആരാധനാ കർമ്മങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. വനുസുക്കി, എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ആരാധനകളും, വമഹിയായ, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അതിൽ പിന്നെ പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? ജീവിക്കുന്നതും മരിക്കുന്നതും അതിനിടയിലുള്ളതും ആരാധനയും പ്രാർത്ഥനയും മാത്രമല്ല അള്ളാഹ്ക്ക്, ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സങ്കുചിതമായ അർത്ഥത്തിൽ അങ്ങനെ മനസ്സിലാക്കരുത്. അങ്ങനെ ഒരു മതമല്ലത്, ഇത് ദീനാണ്. ദീൻ എന്ന മലയാളം നമ്മുടെ ഭാഷയുടെ ഒരു പരിമിതി, ചെറിയൊരു ഭാഷയുണ്ട്. ഒരു ഭൂമിയുടെ ഒരു ചെറിയ കുറച്ച് പ്രദേശത്ത് കുറച്ചാൽ ഏതാണ്ട് 500 വർഷമാണ് നമ്മുടെ ഭാഷയുടെ ഒരു പഴക്കം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഷയിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ പലതിനും അങ്ങനെ പ്രശ്നമുണ്ട്. ഇബാദത്ത് എന്നുള്ള വാക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ പ്രശ്നമുണ്ട്, ദീൻ എന്ന് പരിഭാഷപ്പെടുത്തുമ്പോൾ പ്രശ്നമുണ്ട്, മറ്റു പലതും അങ്ങനെ ഉണ്ട്, പല വാക്കുകളുണ്ട്. നമ്മുടെ ഭാഷാ പരിമിതി വെച്ചുകൊണ്ട് നമുക്ക് ഒരു ആശയത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ദീനിനെ അതുകൊണ്ട് മതം എന്ന് പറഞ്ഞുകൂടാ, ദീനാണ്. ദീൻ എന്ന് പറയുമ്പോൾ അത് കേവല ആരാധനകൾ, ആത്മീയ കാര്യങ്ങളല്ല, അത് ജീവിത വ്യവസ്ഥയാണ്. ജീവിത വ്യവസ്ഥ അറബിയിൽ അതിനാണെന്ന് പറയുന്നത് നിലാമുൽ ഹയാത്ത് എന്നാണ് പറയാം. അൽ ഇസ്ലാം നിലാമുൽ ഹയാത്ത്. എന്താണ് ഇസ്ലാം? ഒരു ജീവിത വ്യവസ്ഥയാണ്, സിസ്റ്റം ഓഫ് ലൈഫ് എന്നാണ് പറയാം. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, അല്ലേ? വ്യക്തി ജീവിതം ഇസ്ലാമിലുണ്ട് എന്നല്ല നമുക്കൊക്കെ അറിയാലോ. നമ്മൾ പല്ലിയേക്കുന്നതും കുളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും സ്വകാര്യമായിട്ട് നമ്മുടെ ജീവിതമേ, അവിടെയൊക്കെ നിയമനിർദ്ദേശങ്ങളുണ്ടല്ലോ, കുടുംബ നിയമങ്ങളുണ്ടല്ലോ. നമ്മൾ കുടുംബത്തിൽ എങ്ങനെയാണ് ഒരു കുടുംബം സെറ്റ് ചെയ്യുന്ന, വിവാഹം എങ്ങനെ, വിവാഹമോചനം എങ്ങനെ, കുടുംബത്തിൽ ഭർത്താവിൻ്റെ ചുമതല, ഭാര്യയുടെ ചുമതല, ഒരുപാട് കുടുംബ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാലോ. എന്നല്ല ദീനിൻ്റെ 3/2 കുടുംബ ജീവിതമാണ്. പിന്നെയോ സാമൂഹ്യ ജീവിതം, മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിയമനിർദ്ദേശങ്ങളുണ്ടല്ലോ. സാമ്പത്തിക കാര്യങ്ങളുണ്ടല്ലോ. സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ 2-3 അടിസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ഈ അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് സാമ്പത്തിക നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമല്ലേ. ഒരാൾ മരിച്ച അയാൾക്ക് അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം, അതല്ലേ സാമ്പത്തിക നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട, കൃത്യമായി എത്ര വിശദമായിട്ടാണ് ഖുർആൻ അത് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കഴിഞ്ഞാൽ സാമ്പത്തിക നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്താണെന്നറിയോ? അത് സക്കാത്താണ്. സമ്പത്ത് ആരുടേതാണ്? സമ്പത്ത് അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെതാണ്. മനുഷ്യന് താൽക്കാലികമായ കൈകാര്യ കർത്തൃത്വം മാത്രമാണ്. ഉള്ളവൻ്റെ സമ്പത്തിൽ ഇല്ലാത്തവന് അവകാശമുണ്ട്. അതിൻ്റെ വിഹിതവും തോതും നിശ്ചയിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ സുസ്ഥിതി വേണം, സാമ്പത്തിക നീതി വേണം. ഒരു ഭാഗത്ത് സമ്പത്ത് കുന്നുകൂടി കിടക്കുകയും മറ്റൊരു ഭാഗത്ത് പട്ടിണി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഇല്ലാത്തൊരു സാമ്പത്തിക നീതിയും സമൂഹത്തിൽ നടപ്പിൽ വരാൻ വേണ്ടി അതിനുവേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള മനോഹരമായ പദ്ധതിയാണ് സക്കാത്ത് പദ്ധതി എന്ന് പറയുന്നത്. നമുക്കറിയാലോ. അപ്പോൾ സാമ്പത്തിക നിയമങ്ങളുണ്ട്. പിന്നെ അതൊരു സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് നിയമങ്ങളുണ്ട്, വിനിയോഗിക്കുന്നതിനെ കുറിച്ച്, സമ്പാദിക്കുന്നതിനെ കുറിച്ച് നിയമമുണ്ട് ഒരുപാട്. അപ്പോൾ സാമ്പത്തിക നിയമങ്ങൾ ഉണ്ട്. പിന്നെ ഈ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ നിയമങ്ങളുണ്ട്. അവിടെയാണ് അത് പറയരുതെന്നാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുഴപ്പമായി എന്നാണ്. ദീനിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമാണ്. മൈക്കൽ എച്ച് പറയുന്നതെന്ന് വെച്ചാൽ മുഹമ്മദ് രാഷ്ട്രീയമായി കൂടി വിജയിച്ചു. നമുക്കാണെങ്കിൽ ഇസ്ലാമിലെ രാഷ്ട്രീയം, നബിൻ്റെ രാഷ്ട്രീയം എന്നൊന്നും നമുക്ക് പറഞ്ഞാലേ കുഴപ്പമായി പോയി. നമ്മൾ അങ്ങനെ അങ്ങ് ധരിച്ചു വച്ചിരിക്കുകയോ അല്ലെങ്കിൽ ആരൊക്കെയോ നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കാം. അങ്ങനെ കുറേ ആളുകളുണ്ട്. ഞങ്ങൾ മനുഷ്യൻ്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവരാ. പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഈ ലോകത്തെ സുഭിക്ഷതയെക്കുറിച്ചും സുഖത്തെക്കുറിച്ചും ഞങ്ങൾ പറയും. നിങ്ങൾ മതക്കാർ, നിങ്ങൾ പരലോകത്തിൻ്റെ കാര്യവും സ്വർഗത്തിൻ്റെ കാര്യവും പറഞ്ഞോളൂ. അങ്ങനെയുണ്ടല്ലോ. ചില ആളുകളെ കുറിച്ച് പറഞ്ഞ് അവർ ആകാശത്തിന് മുകളിലുള്ള ഭൂമിക്ക് താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ. ഒരു കൂട്ടരെ പഠിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ പോലും, രഹസ്യാന്വേഷണ ഏജൻസി, ഇവരെന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ ദുനിയാവിൽ ഒരു കാര്യം അവർ പറയുന്നില്ല. ആ മുകളിലുള്ള കാര്യം പറയേണ്ട, മണ്ണിൻ്റെ അടിയിലുള്ള കാര്യമാണ് പറയണുള്ളൂ. അങ്ങനെ അപ്പം മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ മതിയെന്ന്. അങ്ങനെയല്ല ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളുമാണ്. അതിനാണ് സാധാരണഗതിയിൽ ഒരു പ്രാസം ഒപ്പിച്ചുകൊണ്ട് പറയാറുണ്ട്, ശിശു തൊട്ടിൽ മുതൽ ശവക്കട്ടിൽ വരെ ഒരു പ്രയോഗമുണ്ട്. അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ എന്ന് വേറൊരു പ്രയോഗമുണ്ട്. നമ്മുടെ ദീനാണ്. അപ്പം അതിൽ രാഷ്ട്രവും രാഷ്ട്രീയവും അതിൽ ദീനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് മൈക്കിൾ ചാട്ട് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം രാഷ്ട്രീയമായി വിജയിച്ചു. കാരണം എന്താണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ, നമ്മൾ ഇസ്രായേലിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അവിടെ എന്താ ചെയ്തെന്നറിയോ? അവിടെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക ചെയ്തു. എന്നിട്ട് അവിടെ രാഷ്ട്രീയമായിട്ട് അതിനെ നയിക്കുക ചെയ്തു. 10 കൊല്ലക്കാലം ഒരു രാഷ്ട്രത്തെ ഭരിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാഷ്ട്രനായകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ സുന്ദരമായ മാതൃക കാണിച്ചു. നിയമങ്ങൾ നടപ്പിലാക്കി, സിവിൽ നിയമങ്ങൾ നടപ്പിലാക്കി, ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കി, അല്ലേ? ഖുർആനിലേക്ക് നോക്കിയാൽ ചുരുങ്ങിയത് 200 ആയത്തുകളെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങൾ പരാമർശിക്കുന്ന ആയത്തുകളാണെന്ന് പണ്ഡിതന്മാർ കൃത്യമായി അതിനെ വേർതിരിച്ച് കാണിച്ചു വന്നിരിക്കും. ചുരുങ്ങിയത് 200 ആയത്തുകൾ.
അപ്പോൾ ഖുർആൻ അത് വെറും മതപരമെന്ന് പറഞ്ഞ ആത്മീയമായ കാര്യങ്ങളല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്ന് പറഞ്ഞാൽ വെറും ആത്മീയ കാര്യം. ഞാൻ പള്ളിയിൽ ഇമാമ് മാത്രമാണ്, നിസ്കാരം കാര്യങ്ങൾ മാത്രം, നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുക, അത് മാത്രമാണ് എൻ്റെ കാര്യം അന്നല്ല. നിങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ നേതാവായിട്ട് അംഗീകരിക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. അങ്ങനെയാവും അല്ലാഹു തആല പറഞ്ഞത്. ഫലാ വറബ്ബിക, നിന്റെ റബ്ബാണ് സത്യം. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, പ്രവാചകരെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിലും അവർ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല. എന്നിട്ട് താങ്കൾ ഒരു വിധി കൊടുക്കുന്നു. താങ്കൾ ഒരു വിധി പറഞ്ഞിട്ട് അവർക്കതിലൊരു വിഷമമില്ലാതെ അവർ സമാധാനത്തോടെ ആ വിധി അംഗീകരിക്കുന്നത് വരെ അവർ വിശ്വാസികളാവൂല. ഏത് കാര്യത്തിലാണത്? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മതപരമായ ഫിഖ്ഹിന്റെ കാര്യത്തിലാണോ? അല്ല. അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേര് തമ്മിലുള്ള ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് അവർ സമഗ്രമായിട്ടാണ് ഭരിച്ചത്. അപ്പോൾ വ്യക്തിപരജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ രംഗം, ഇങ്ങനെ ജീവിതത്തെ വിഭജിച്ചിട്ടില്ല. നമ്മൾ ജീവിതം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നാ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമാത്തി. അങ്ങനെ സമഗ്രമായ ജീവിതത്തെ കണ്ട് എല്ലാ മേഖലയിലും കൈവച്ച് വിജയിച്ചു എന്നതാണ് ഞാൻ മുഹമ്മദിൽ കാണുന്ന പ്രത്യേകത. അത് ആ തത്വം മാത്രമല്ല, പ്രയോഗത്തിൽ കൂടി വിജയിക്കാൻ സാധിച്ചൊരു നേതാവ് അതാണ് മുഹമ്മദ്. അതുകൊണ്ട് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിൽ ഒന്നാമൻ മുഹമ്മദായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതാണ് ഒരു മദ്ഹ് എന്ന് പറയുന്നത്. ഈ മദ്ഹ് നമ്മൾ ചെറിയ മദ്ഹായിട്ട് മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് സമഗ്രമായ മേഖലയിൽ നേതൃത്വം നൽകിയ ആളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃക ഉണ്ട്. എവിടെയാണ് ആ മാതൃക തരേണ്ടത്? അത് നിസ്കാരത്തിലും പള്ളിയിലും വുളൂ ചെയ്യുന്ന കാര്യത്തിലും മാത്രമുള്ള മാതൃകയാണോ? അല്ല. ജീവിതത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് മാതൃകയാണെന്ന് അവർ. അപ്പോൾ ആ മാതൃകയായ പ്രവർത്തനം അള്ളാഹിൻ്റെ റസൂല് നടത്തിയ മേഖലകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചു, അവരെ വരിഞ്ഞു മുറുക്കിയ ചെങ്ങലകൾ പൊട്ടിച്ചു, അല്ലേ? അങ്ങനെയാണ് അവിടെ ഏതൊക്കെ മനുഷ്യ സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗങ്ങളും സമൂഹങ്ങളും പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നോ, പീഡനങ്ങൾക്കിരയായിരുന്നോ, അവഗണന അനുഭവിച്ചിരുന്നോ, ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ചിരുന്നോ, വംശീയമായ അധിക്ഷേപങ്ങൾക്ക് വിധേയരായിരുന്ന അവരൊക്കെ വളർത്തി ഉയർത്തിക്കൊണ്ടുവന്നു. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെട്ട, നിഷേധിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തെ ഉയർത്തി. തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിച്ചു അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. പട്ടിണിയും ദുരിതവും അവസാനിപ്പിച്ചു. അനാഥരും അഗതികളും, സമൂഹത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന് ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യർ, അനാഥരെയും അഗതികളെയും ഉയർത്തി സംരക്ഷിച്ചു വളർത്തി, അല്ലേ? നിറത്തിൻ്റെയും ഭാഷയുടെയും പേരിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളൊക്കെ അവസാനിപ്പിച്ചു. ഇന്ന റബ്ബക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം വആദമ മിൻ തുറാബ് എന്ന് പറഞ്ഞു. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് ഒരുവനാ, നിങ്ങളുടെ പിതാവ് ഒരുവനാ. നിങ്ങളൊക്കെയും ഈ മണ്ണിൽ നിന്ന്, ആദമിൽ നിന്നാണ്. ആദം ഈ മണ്ണിൽ നിന്നാണ്. കറുത്തവന് വെളുത്തവനേക്കാളും, അറബിക്ക് അനറബിയേക്കാളും ഒരു വെളുത്തവന് കറുത്തവനേക്കാളും, അറബിക്ക് അനറബിയേക്കാളും ഒരു പ്രത്യേകതയില്ല. മനുഷ്യർ മുഴുവൻ ഒരു ചീർപ്പിൻ്റെ പല്ല് പോലെ സമന്മാരാന്ന് പറഞ്ഞു. അപ്പോൾ എന്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യ സമൂഹത്തിൽ ഒരു വിഭാഗം കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും പീഡനങ്ങൾക്ക് വിധേയരാവുകയും ചൂഷണങ്ങൾക്ക് വിധേയരാവുകയും ചവിട്ടി വധിക്കപ്പെടുകയും അരികിലേക്ക് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നോ, അവരെയൊക്കെ ചേർത്ത് ഉയർത്തി വളർത്തിക്കൊണ്ടുവന്ന നേതാവ്, മാനവ സമൂഹത്തിൻ്റെ വിമോചകൻ. ഇത് സത്യസന്ധമായി പഠിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ധമായ വിരോധം കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ അധിക്ഷേപിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്താൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട് കുറേ ആളുകളുണ്ട് ഇപ്പോൾ, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ. പക്ഷേ അതൊന്നും അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇത് എന്താ പറയുക, ജ്വലിക്കുന്ന സൂര്യനെ പാഴ്മുറം കൊണ്ട് മറക്കാനുള്ള ശ്രമം മാത്രമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ആക്ഷേപം. നിഷ്പക്ഷമായിട്ട് പഠിച്ചവർ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിത്വം ആ പ്രവാചകനില്ലേ, ഭാരങ്ങൾ ഇറക്കി വെച്ച്, നിങ്ങളുടെ മുതുകിനെ ഞെരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ച്, നിങ്ങളെ വരിഞ്ഞു കെട്ടിയ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളെ വിമോചിപ്പിച്ച, നിങ്ങളുടെ വീണ്ടെടുത്ത പ്രവാചകൻ. ഫല്ലദീന ആമനൂ ബിഹി, അതാണ് പോയിന്റ്. ആ പ്രവാചകനിൽ വിശ്വസിക്കുക.
വഅസ്സറൂഹു വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. വത്തബഅൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകനെ ഇറങ്ങിയ ആ പ്രകാശത്തെ പിൻപറ്റുക. അതേതാ പ്രകാശം? വിശുദ്ധ ഖുർആനാണ്. അങ്ങനെ വല്ലവരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ജീവിതത്തിൽ വിജയിക്കുക. അപ്പോൾ നമുക്ക് ആ പ്രവാചകൻ, നമ്മൾ ആ റസൂലിൻ്റെ ഉമ്മത്തിലാണ്, ഞാൻ അതിൻ്റെ പ്രവാചകൻ്റെ അനുയായിയാണ് എന്ന അഭിമാനം കൊള്ളുകയും ആ പ്രവാചകനിലൂടെ നൽകപ്പെട്ട പ്രകാശമാകുന്ന വിശുദ്ധ ഖുർആനിനെ പിൻപറ്റി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിജയിക്കും എന്നതാണ് ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ അടുത്ത ആഴ്ചകളിലൂടെ നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, ആ പ്രവാചകൻ്റെ പാത പിൻപറ്റാൻ, ആ പ്രവാചകനെ ശക്തിപ്പെടുത്താൻ സഹായിക്കാൻ, ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റി ജീവിക്കാൻ, എന്നിട്ട് ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. നിൻ്റെ പ്രവാചകനെ, ഞങ്ങളുടെ നേതാവിനെ സ്നേഹിക്കാനും ആ മാർഗത്തിൽ ജീവിക്കാനും ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വേദനയ്ക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. താങ്ങാനാവാത്ത പ്രയാസങ്ങളാൽ ഭാരങ്ങളാൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരീക്ഷിക്കരുതേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, നമ്മൾ 2 ആഴ്ച മുമ്പൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ ഒരു സഹോദരൻ റഫീഖ്, എല്ലാവർക്കും അറിയാം, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖള, അജല്, അല്ലെങ്കിൽ യുഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലു, ഒരവധി എത്തിയാൽ, ആത്മാവിന് അവധി എത്തിയാൽ പിന്നെ അള്ളാഹു തആല ബന്ധിക്കില്ല. നമ്മളാൽ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തി. കുട്ടികൾ, ഒരു മോനാണ്, അവന് സാധ്യമായ എല്ലാ ചികിത്സകളൊക്കെ നൽകാൻ എല്ലാവരും സാഹചര്യമൊക്കെ കൊടുത്തു. പക്ഷേ ഒരു ചികിത്സക്കും ഒരു ഡോക്ടർക്കും സാധിക്കില്ല അല്ലേ. വലിയ തിരക്കുണ്ടായിരുന്ന ഡോക്ടറുടെ വീടിന് മുമ്പിൽ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, കോഴിക്കോട്ടിലെ ടൗണിൽ. ഇപ്പോഴും വലിയ ആളുണ്ടാവും. ഒരു ദിവസം അവിടെ ഗേറ്റിൻ്റെ മുകളിൽ ഒരു ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ മരിച്ചുപോയി. ഡോക്ടർ മരിക്കും, എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അപ്പോൾ നമ്മളൊക്കെ മരിക്കും. അവധി എത്തിയാൽ പിന്നെ നമ്മളില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സഹോദരൻ വിട്ടുപോയി. അള്ളാഹു തആല അദ്ദേഹത്തിന് ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന് എന്തെങ്കിലും വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ പുറത്തു കൊടുക്കട്ടെ. കുടുംബത്തിന് സമാധാനം നൽകട്ടെ. നമ്മളെ അള്ളാഹു തആല നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.